ഹായ് ഫ്രണ്ട്സ്, വിപൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിനെ കുറിച്ചാണ്. SCERT ഫാക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക, അതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കണ്ണ് ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയം. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയം എന്താണ്? കണ്ണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എ. കണ്ണുകളുടെ സംരക്ഷണം. തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് നേത്രകോടരം. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ബാഹ്യകൺപേശികൾ. പൊടിപടലം, വിയർപ്പ് എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് പുരികം. കണ്ണിനെ പൊടിപടലത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് കൺപീലികൾ. പൊടിപടലം, ഭാഗ്യക്ഷതം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് കൺപോളകൾ. നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നത് കൺജങ്ക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷം. കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നത് എന്താണ്? കണ്ണുനീർ. രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണീരിലടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം. കണ്ണിൻ്റെ ഭാഗങ്ങളും ധർമ്മങ്ങളും. ദൃഢപടലം. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി. യോജകകലയാൽ നിർമ്മിതം. കോർണിയ. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കൺജങ്ക്റ്റൈവ. ദൃഢപടലത്തിൻ്റെ മുൻവശത്തെ കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം. രക്തപടലം. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം. ഐറിസ്. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. പ്യൂപ്പിൾ. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. ലെൻസ്. സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ കോൺവെക്സ് ലെൻസ്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിച്ചിരിക്കുന്നു. സീലിയറി പേശികൾ. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ.
ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. ദൃഷ്ടിപടലം റെറ്റിന. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. പീതബിന്ദു. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം. അന്തബിന്ദു. റെറ്റിനയിൽ നിന്നും നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം. റെറ്റിനയിൽ നിന്നും നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല. നേത്രനാഡി. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അക്വസ് ദ്രവം. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവം. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവം. ഇത് രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. ഇത് രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. വിട്രിയസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ഐറിസ് പ്യൂപ്പിൾ. ഐറിസിലെ വലയ പേശിയുടെയും റേഡിയൽ പേശികളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. ഐറിസിലെ വലയ പേശിയുടെയും റേഡിയൽ പേശികളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നതിനാൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം. പ്യൂപ്പിൾ വികസിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നതിനാൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം എന്താണ്? പ്യൂപ്പിൾ വികസിക്കുന്നു. തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുന്നതിനാൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം. പ്യൂപ്പിൾ ചുരുങ്ങുന്നു. തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുന്നതിനാൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം എന്താണ്? പ്യൂപ്പിൾ ചുരുങ്ങുന്നു. പ്രകാശ തീവ്രതയ്ക്കനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. പ്രകാശ തീവ്രതയ്ക്കനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും വ്യക്തമായി കാണാൻ സാധിക്കുന്നതിന് കാരണം വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നതിനാൽ. വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നതിനാൽ. വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് സഹായിക്കുന്നത്. വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണ്? കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത. കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സ്നായുക്കൾ അയയുന്നു. ലെൻസിൻ്റെ വക്രത കൂടുന്നു. ഫോക്കൽ ദൂരം കുറയുന്നു. അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു. സ്നായുക്കൾ വലിയുന്നു. ലെൻസിൻ്റെ വക്രത കുറയുന്നു. ഫോക്കൽ ദൂരം കൂടുന്നു. റെറ്റിനയും പ്രകാശഗ്രാഹി കോശങ്ങളും. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണ്? റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ. റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. റോഡ് കോശങ്ങളിൽ ഒപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് ഉണ്ടാകുന്ന റെറ്റിനൽ എന്ന പദാർത്ഥവും ചേർന്നുണ്ടാകുന്ന കാഴ്ചാവർണ്ണകം റെഡോപ്സിൻ.
റോഡ് കോശങ്ങളിൽ ഒപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനൽ എന്ന പദാർത്ഥവും ചേർന്നുണ്ടാകുന്ന കാഴ്ചാവർണ്ണകം റെഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകം റെഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകം റെഡോപ്സിൻ. നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത കാഴ്ചാവർണ്ണകം. നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത കാഴ്ചാവർണ്ണകം റെഡോപ്സിൻ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കാഴ്ചാവർണ്ണകം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കാഴ്ചാവർണ്ണകം റെഡോപ്സിൻ. കോൺകോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകം. കോൺകോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകം ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഐഡോപ്സിൻ. കോൺകോശങ്ങളിൽ ഒപ്സിൻ, റെറ്റിനൽ എന്നീ ഘടകങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന കാഴ്ചാവർണ്ണകം ഐഡോപ്സിൻ. കോൺകോശങ്ങളിൽ ഒപ്സിൻ, റെറ്റിനൽ എന്നീ ഘടകങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന കാഴ്ചാവർണ്ണകം ഐഡോപ്സിൻ. പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോൺകോശങ്ങളുടെ എണ്ണം 3. പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺകോശങ്ങളുടെ എണ്ണം 3. വർണ്ണക്കാഴ്ച സാധ്യമാകുന്ന റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശം. വർണ്ണക്കാഴ്ച സാധ്യമാകുന്ന റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശം കോൺകോശം. കോൺകോശങ്ങളിലെയും റോഡ് കോശങ്ങളിലെയും ഒപ്സിൻ തന്മാത്രയിലെ വ്യത്യാസം. കോൺകോശങ്ങളിലെ ഒപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമാണ്. കോൺകോശങ്ങളിലെ ഒപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമാണ്. നേത്രവൈകല്യങ്ങളും നേത്രരോഗങ്ങളും. നിശാന്തത നൈറ്റ് ബ്ലൈൻഡ്നസ്. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത രോഗാവസ്ഥ. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത രോഗാവസ്ഥ. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റെഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നതുമൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റെഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നതുമൂലമുണ്ടാകുന്ന രോഗാവസ്ഥ. സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയയെ അതാര്യമായി തീരുന്ന അവസ്ഥ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയയെ അതാര്യമായി തീരുന്ന അവസ്ഥ. വർണ്ണാന്ധത. കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഗ്ലോക്കോമ. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നത് മൂലം റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാകുകയും അതിലൂടെ അന്ധതയിലേക്ക് നയിക്കുന്നതുമായ രോഗമാണ് ഗ്ലോക്കോമ. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നത് മൂലം റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്ക് നാശമുണ്ടാകുകയും അതിലൂടെ അന്ധതയിലേക്ക് നയിക്കുന്നതുമായ രോഗമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ പരിഹരിക്കാവുന്ന മാർഗമാണ് ലേസർ ശസ്ത്രക്രിയ. ഗ്ലോക്കോമ പരിഹരിക്കാവുന്ന മാർഗം ലേസർ ശസ്ത്രക്രിയ. തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ. തിമിരം പരിഹരിക്കാവുന്ന മാർഗമാണ് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തിമിരം പരിഹരിക്കാവുന്ന മാർഗമാണ് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ചെങ്കണ്ണ്. കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ കാരണം ഉണ്ടാകുന്ന രോഗാവസ്ഥ. കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ കാരണം ഉണ്ടാകുന്ന രോഗാവസ്ഥ. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. രോഗം പകരുന്നത് പ്രധാനമായും സ്പർശനത്തിലൂടെയാണ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. സെൽഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നം. സെൽഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നം.
ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു. ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു. ഈ രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ തലവേദന, കണ്ണ് വരളുക, കണ്ണിന് അമിത സമ്മർദ്ദം. ഈ രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലവേദന, കണ്ണ് വരളുക, കണ്ണിന് അമിത സമ്മർദ്ദം. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.